പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, ഇന്നും സഭാ നടപടികളെല്ലാം സഭ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു ബജറ്റിന്മേലുള്ള ചർച്ചയാണ് ഇന്ന് നടക്കാനിരുന്നത്. 12 മണിവരെ ഈ ഒരു സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെ തന്നെ പ്രതിപക്ഷം അവരുടെ ആവശ്യം ഉന്നയിച്ച് അല്ലെങ്കിൽ പ്രധാന ചോദ്യങ്ങൾ ഉന്നയിച്ച് സഭയിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്തായാലും സഭ പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പാർലമെന്റിൽ ഒരു പ്രതിപക്ഷ ബഹളം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നടുത്തളത്തിൽ ഇറങ്ങിയ ഒരു ബാനറുകളുമായി പ്രതിപക്ഷം ഇറങ്ങിയ സമയത്ത് തന്നെ സഭ പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് എന്തായാലും ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തിയിരുന്നത്. ഇന്ത്യൻ അമേരിക്കൻ ബന്ധത്തിൽ അതോടൊപ്പം തന്നെ കരാറിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടരാൻ തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. അതോടൊപ്പം തന്നെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയോ എന്നൊരു കാര്യം കേന്ദ്രം വ്യക്തമാക്കണമെന്നുകൂടി പ്രതിപക്ഷം ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബജറ്റ് ചർച്ചകൾക്കും ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് ഇന്ത്യ കീഴടങ്ങിയെന്ന ചോദ്യം കൂടിയാണ് എന്തായാലും പാർലമെന്റിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കാനിരുന്നത്. അതിന് തന്നെ ഈ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് എടുത്തു പറയേണ്ടത്. അമേരിക്കയ്ക്ക് ഇന്ത്യ അടിമപ്പെട്ടോ കീഴടങ്ങിയെന്നൊരു ചോദ്യത്തിന് എന്തായാലും ഭരണ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു ഉത്തരം പറയണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ഇന്ന് ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയോ എന്നൊരു ചോദ്യത്തിന് ഇന്ന് മറുപടി പറയണമെന്ന് കൂടി എന്തായാലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ കേന്ദ്രം ഒരു തീരുമാനം പറയണമെന്ന് കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയോ എന്നൊരു കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തണം. അതോടൊപ്പം തന്നെ ഇന്ത്യ അമേരിക്കയ്ക്ക് അടിമപ്പെട്ടോ കീഴടങ്ങിയോ എന്നൊരു കാര്യത്തിൽ ഇന്ന് ഈ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കാനിരുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം സഭയിൽ ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എന്തായാലും പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ സഭ ഇന്നത്തേക്ക് അല്ലെങ്കിൽ സഭ ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എന്തായാലും പാർലമെന്റിൽ വലിയ രീതിയിലുള്ള ഒരു ബഹളം തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുവന്നതുപോലെ തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസരം നൽകുന്നില്ല എന്നൊരു കാര്യം കൂടി എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം എന്തായാലും പ്രതിപക്ഷ എംപിമാർ ഈ വിഷയം സഭയിൽ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും സഭ തുടങ്ങി അല്പ മിനിറ്റുകൾക്കുള്ളിൽ ഇപ്പോൾ പിരിയേണ്ടി അല്ലെങ്കിൽ ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും അമേരിക്കയ്ക്ക് ഇന്ത്യ അടിമപ്പെട്ടോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയോ എന്നൊരു കാര്യത്തിൽ കേന്ദ്രം വിശദീകരണം തരണം എന്ന് തന്നെയാണ് പ്രതിപക്ഷം എന്തായാലും ആവശ്യം ഉന്നയിച്ചത്. എന്തായാലും സഭ തുടങ്ങുന്നതിന് മുമ്പ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ എന്തായാലും ഈ പ്രതിപക്ഷ എംപിമാർ ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ എന്തായാലും ഇന്ന് ബജറ്റ് ചർച്ചകളും ഇന്ന് സഭയിൽ നടക്കാനിരിക്കുകയാണ്. ദീപ്തി, ശരി. എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 12 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. ഇന്നും ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധം തന്നെയാണ് സഭയിൽ പാർലമെന്റിൽ അരങ്ങേറിയത്. ഈ ഒരു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്മേൽ വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധം തന്നെയാണ് ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതുപോലെ തന്നെ റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഈ ഒരു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്മേൽ ഈ ഒരു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചിരുന്നില്ല. ഈ ഒരു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ നടപടി അല്ലെങ്കിൽ നിലപാട് എന്താണ് എന്നടക്കമുള്ള വാങ്ങുന്നത് നിർത്തിയോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 12 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.